നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസൊക്കെ മാറ്റാനും പിമ്പിൾസ് വന്നു പോയിട്ടുള്ള ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മുടെ പറമ്പിലുള്ള 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ എടുക്കുന്നത് മുത്തളാണ്. എൻ്റെ നാട്ടിൽ ഇതിന് മുത്തൾ എന്നാട്ടാ പറയാം, മുത്തളിൻ്റെ ഇല എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പണ്ട് ഒരുപാട് പിമ്പിൾസൊക്കെ മുഖത്ത് വന്നിട്ട് എന്ത് ചെയ്തിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു റെമഡിയാണ് കേട്ടോ ഇത്. നല്ല റിസൾട്ട് തരുന്നൊരു റെമഡി തന്നെയാണിത്. അങ്ങനെ പറമ്പിൽ പോയിട്ട് മുത്തലിൻ്റെ ഇലയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. അതൊക്കെ നമുക്ക് പോയി പറിക്കുക തന്നെ വേണം. നമുക്ക് പോയി പറിച്ചിട്ട് വരാം. രണ്ടാമതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് തുളസിയാണ്. തുളസി നമ്മളെ വീട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും തുളസി ഉണ്ട്. ഇവിടെ നിന്നറിയില്ല, ഒരുപാട് തുളസി എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിനും നമുക്ക് തുളസി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നാണ് തുളസി കൊണ്ടുപോകുന്നത്. അത്രയ്ക്കധികം തുളസി എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും തുളസിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പറിച്ചുകൊണ്ട് പോയിക്കോട്ടെ. ഇതേപോലെ എൻ്റെ കയ്യിൽ ഇത്രയും കൊള്ളുന്ന രീതിയിൽ ഇത്രയും മാത്രമേ ഞാൻ തുളസി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. ഇതും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ ഇപ്പോൾ പറിച്ചതാണ്, ഫ്രഷ് ആയിട്ട് ഇതിന് വേണ്ടി മാത്രം ഞാൻ കുഴി കുത്തി പറിച്ചെടുത്തതാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ്. മഞ്ഞളമ്മ കുഴിച്ചിട്ടത് പോയിട്ട് പറിച്ചെടുക്കുക. എൻ്റെ ആവശ്യത്തിന് ഞാൻ പോയിട്ട് പറിച്ചെടുക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ മൂന്നാമത് നമുക്ക് മഞ്ഞളാണ് വേണ്ടത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കണം. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളയാറുണ്ട്. തൊലി കളഞ്ഞിട്ട് തൊലി ഒന്ന് വെറുതെ ഒന്ന് ഞാനിങ്ങനെ എന്താ പറയുക ചുരണ്ടി കളയില്ലേ, അതേപോലെ ഞാൻ കളയാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു 3 ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. മുത്തളിൻ്റെ ഇല, അതുപോലെ തന്നെ മഞ്ഞൾ, പച്ചമഞ്ഞൾ, അതുപോലെ തന്നെ തുളസിയുടെ ഇല. ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ ഒരു റെമഡി പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. നമ്മൾ ഈ പറിച്ചു വെച്ചിരിക്കുന്ന ഈ 3 ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയിട്ട് ഇതേപോലെ ഒരു കല്ലെടുത്ത് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ അരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ മിക്സിയിൽ അങ്ങനെ ഇത് അരയ്ക്കാറില്ല. കാരണം എപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്ന കാരണം ഇതേപോലെ ഒരു കല്ല് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ട് ഉരച്ചിട്ടാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം സമയം എടുത്ത് അരച്ചതിന് ശേഷം ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് വേണം നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ഒരു ഭംഗിക്കാണ് വാഴലൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസിൽ വേറെ ഒരു തരത്തിലുള്ള മേക്കപ്പ് ഇല്ല. കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട്, ഒരു പൊട്ടും വെച്ചിട്ടുണ്ട്. വേറെ ഫേസിൽ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഫേസിലേക്ക് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കുകയൊന്നുമില്ല നമ്മുടെ ഫേസിൽ. ഇതേപോലെ ഉരച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ തേക്കാനായിട്ട് കേട്ടോ. ഇത് മിക്സിയിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അരഞ്ഞ് കിട്ടും. പക്ഷേ ഇവിടെ ഞാനിങ്ങനെ ഉരച്ചെടുത്തത് കൊണ്ടാണ്, കല്ലിലിട്ട് ഉരച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇപ്പോൾ നമ്മുടെ ഫേസിലെ എല്ലാ ഭാഗത്തും, അതായത് എൻ്റെ പിമ്പിൾസ് ഉള്ള ഭാഗത്തേക്കാണ് ഞാൻ തേക്കുന്നത്. നിങ്ങൾക്ക് ഫേസിൽ എവിടെയാണ് പിമ്പിൾസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഭയങ്കര റിസൾട്ട് തരുന്നൊരു പാക്കാണ്. ഞാൻ കൊല്ലങ്ങളോളമായിട്ട് യൂസ് ചെയ്യുന്നൊരു പാക്കാട്ടോ. എൻ്റെ ഫേസിൽ എപ്പോഴും ആക്റ്റീവായിട്ട് പിമ്പിൾസ് ഉള്ള ഒരു ഫേസാണ്. അപ്പോൾ കൂടുതലായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു പാക്കാണിത്. നേരെ പോവുക, പാടത്ത് പോവുക, പറമ്പിൽ പോവുക, ഈ സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വരിക, ഉരയ്ക്കുക, തേക്കുക. ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഇത്. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതേപോലെ വെക്കാം. ഒരുപാട് ഡ്രൈ ആവണ്ട കേട്ടോ. ഒരുപാട് ഡ്രൈ ഒന്നും ആവണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ഉണങ്ങിയാൽ മതി. എൻ്റെ ഫേസിൽ 2 കവിളിലാണ് ഇപ്പോൾ പിമ്പിൾസ് ഉള്ളത് കേട്ടോ. അതൊന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാക്ക് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമൊന്നുമില്ല, പക്ഷേ റിസൾട്ട് അടിപൊളിയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരാഴ്ചയിൽ 2 വട്ടം 3 വട്ടമൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല റിസൾട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് പിമ്പിൾസ് ഉണ്ട്. ഈ ഒരു ഒരെണ്ണമാണ് അവിടെ ഉള്ളത്. ഇപ്പുറത്തെ കവിളിൽ ഈ ഒരു ഏരിയയിൽ, ഈ കാണുന്ന കവിളിൻ്റെ അവിടെയൊക്കെ ആയിട്ട് മുടി അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് എനിക്ക് പിമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നാട്ടോ. അപ്പോൾ ഇത് മാറ്റിയെടുക്കാനാണ് എൻ്റെ പരിപാടി. എൻ്റെ കയ്യിലൊക്കെ ആ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഞാൻ കഴുകി എന്നാലും പോയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാം ഫേസിൽ നിന്ന്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലീനിങ് സ്പോഞ്ചൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് കാണിച്ചു തരുന്നത്. സാധാരണ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയാണ് ചെയ്യാറ്. ഈ ഒരു പാക്ക് കൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ആ ഒരു കറുത്ത പാടുണ്ടല്ലോ, കറുത്ത പാട് മാറിക്കിട്ടും. നമ്മുടെ കരിവാളിപ്പ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് കളർ വെക്കാനായിട്ട്, അത് വെളുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ് ഇത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പക്ഷേ എങ്കിൽ അത്ര ഒരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ
കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്ക് ഈ ഒരു പാക്ക് നല്ലൊരു റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻ്റായിട്ട് കാണുന്നവരേക്കും ബായ്.